ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ എന്ന് പറയുമ്പോൾ അത് പരിമിതമായ ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ്. പലപ്പോഴും മിഷൻ അങ്ങനെയാണ്. അങ്ങനെ 10 വർഷത്തേക്ക് എന്ന ഒരു തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കുടുംബശ്രീയുടെ ആവിർഭാവം. അതിനുശേഷം അവരുണ്ടാക്കിയ ഒരു കരട്, ആ കരട് പിന്നീട് വലിയ ചർച്ചകൾക്ക് വിധേയമാക്കുകയും വളരെ കൃത്യമായ ഒരു രൂപരേഖ കുടുംബശ്രീയെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 പേരടങ്ങുന്ന സമിതി അന്ന് രൂപം കൊടുത്തത് തന്നെയാണ് ഏതാണ്ട് 25 വർഷം ഇപ്പോൾ തികയുമ്പോൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. കാരണം ദാരിദ്ര്യം എന്ന വിഷയത്തെക്കുറിച്ച്, പിന്നെ ദാരിദ്ര്യത്തെ നേരിടുന്ന രീതികളെക്കുറിച്ച്, അതിൻ്റെ വീക്ഷണം, അതിൻ്റെ സമീപനം, അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക്, അതാണ് ഒരു കാഴ്ചപ്പാടായി കൊണ്ടുവന്നത്. അതായിരുന്നു ആദ്യകാല ഒരു മുദ്രാവാക്യം പോലെ സൂചിപ്പിച്ചിരുന്ന ഒന്ന്. അപ്പോൾ സ്ത്രീകളെ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതുതന്നെയാണ്. സ്ത്രീകളിലൂടെ തന്നെയാണ് കുടുംബങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് എന്നതും, കുടുംബങ്ങളിലൂടെ നമ്മളെപ്പോഴും സോഷ്യോളജിയിലൊക്കെ പറയുന്ന പോലെ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന കുടുംബം തീർച്ചയായിട്ടും കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ചരിത്രം വളരെ ചുരുക്കി പറയുമ്പോൾ. അന്ന് ഉണ്ടാക്കി വന്ന ഒരു സംഘടനാ സംവിധാനമുണ്ട്, ഒരു ത്രിതല സംഘടനാ സംവിധാനം. അയൽക്കൂട്ടമാണ് അത് ആദ്യത്തെ. അയൽക്കൂട്ടം എന്ന് പറയുമ്പോൾ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന 10 മുതൽ 20 വരെ ഉള്ള സ്ത്രീകൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അതാണ് അയൽക്കൂട്ടം. ആ അയൽക്കൂട്ടങ്ങളിൽ ഫെഡറേഷനായിട്ട് ആ വാർഡിൽ ഒരു വാർഡ്, തദ്ദേശഭരണ സ്ഥാപനത്തിലെ ഒരു വാർഡ്, ആ വാർഡ് അടിസ്ഥാനത്തിൽ ADS, ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രൂപീകരിക്കുന്നു. പിന്നീട് വാർഡുകളെ എല്ലാം ഫെഡറേഷനായിട്ട് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന പേരിൽ ഒരു തദ്ദേശഭരണ സ്ഥാപനത്തിൽ, ഒരു പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിലൊക്കെ ഒരു CDS രൂപീകരിക്കുന്നു. പിന്നീട് അംഗസംഖ്യ വർദ്ധിച്ചതുകൊണ്ടും ഇതിൻ്റെ പ്രവർത്തന രീതി വളരെ വിപുലമാവുകയും ഒക്കെ ചെയ്തപ്പോൾ വലിയ നഗരസഭകളിലൊക്കെ ഒന്നിലേറെ CDSകളും നിലവിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായ ഒരു കണക്ക് അവർ സൂക്ഷിക്കുന്നു. അപ്പോൾ ഈ അയൽക്കൂട്ടം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റ്, അയൽക്കൂട്ടം മുതൽ CDS വരെയുള്ള ഈ ത്രിതല സംവിധാനം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെയാണ് മറ്റ് പല സ്വയം സഹായ സംഘങ്ങളിലേക്കാളും ഇത് വ്യത്യസ്തമാകുന്നത്. സ്വയം സഹായ സംഘം എന്നൊരു കാഴ്ചപ്പാട് തന്നെ യഥാർത്ഥത്തിൽ കുടുംബശ്രീക്കില്ല എന്ന് പലപ്പോഴും അതിൻ്റെ അധികാര രംഗത്ത് നിൽക്കുന്നവർ പറയാറുണ്ട്. കാരണം ഇത് സ്വയം സഹായിക്കൽ മാത്രമല്ല, ഈ തരത്തിൽ ഉണ്ടായി വരുന്ന അയൽക്കൂട്ടങ്ങളും ADSും ഒക്കെ തന്നെ അവരവരുടെ കാര്യം മാത്രമല്ല, ആ പ്രദേശത്തിൻ്റെ ആകെ തന്നെ വികസനത്തിനും അവിടുത്തെ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിനും ഒക്കെയുള്ള ഒരു ഇടപെടൽ ശക്തിയായിട്ട് മാറുക എന്നൊരു കാഴ്ചപ്പാടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വയം സഹായ സംഘങ്ങൾ എന്ന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പറയാറുമില്ല. അപ്പോൾ ഈ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്ന ആ യൂണിറ്റ് മുതൽ CDS വരെയുള്ള ആ ഒരു ത്രിതല സംവിധാനത്തെ അവർക്കതിന് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെയാണ് ഈ സംവിധാനം നിലവിൽ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത, പലപ്പോഴും പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. കാരണം ഈ CDS ചെയർപേഴ്സൺ ഉണ്ട്, അതിന് പുറമെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട്. ആ മെമ്പർ സെക്രട്ടറി തദ്ദേശഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിയും കൂടിയാണ്. ഇതിൻ്റെ അർത്ഥം ഇന്ന് കുടുംബശ്രീ വളർന്ന് ഈ ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കുടുംബശ്രീ എന്ന് പറയുന്നത് കാരുണ്യത്തിനായി കൈനീട്ടി നിൽക്കുന്ന ഒരു സ്ത്രീകളുടെ, ഒരു പാവപ്പെട്ട കുറേ സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ അല്ല എന്നുള്ളതാണ്. അതങ്ങനെ അല്ല എന്നവർ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒക്കെ വികസന പങ്കാളിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. വികസനത്തിൽ ഇന്ന് ഒരേപോലെ തന്നെ അതിൻ്റെ ബൈലോയിൽ ഉൾപ്പെടെ 2008 കൃത്യമായൊരു ബൈലോ രൂപീകരിക്കുന്നത്. അത് കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്, പഞ്ചായത്തുമായിട്ട് കൈകോർത്ത് നിൽക്കുന്ന ഒരു വികസന പങ്കാളിയാണ്.
അപ്പോൾ ഈ രീതിയിൽ ആദ്യത്തെ 10 വർഷം ടി.കെ. ജോസ് IAS ആയിരുന്നു ആദ്യകാലങ്ങളിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന്, അതിനെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതിന്, നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തുടക്കം മുതൽ അതിൻ്റെ ഉയർത്തിക്കൊണ്ട് വരിക, അതിനെ വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുക എന്നത് വലിയ അധ്വാനം ആവശ്യമുള്ള ഒന്നാണ്. ഏറ്റവും സമർപ്പണ ബുദ്ധിയോടുകൂടി ടി.കെ. ജോസിൻ്റെ ഒരു നേതൃത്വത്തിലുള്ള ടീമാണ് ആദ്യഘട്ടത്തിൽ ഈ കുടുംബശ്രീയെ അതിൻ്റെ ആ പാതയിലേക്ക് എത്തിച്ചത്. അന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം അല്ലെങ്കിൽ ദാരിദ്ര്യ ലഘൂകരണം എന്നൊരു കാഴ്ചപ്പാടിനായിരുന്നു ഊന്നൽ നൽകിയിരുന്നത്. നമുക്ക് അറിയാം ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ്, ചെറുകിട വായ്പ, ചെറുകിട സമ്പാദ്യം, സൂക്ഷ്മ സംരംഭങ്ങൾ, ചെറിയ സംരംഭങ്ങൾ. ഇതിലൂടെയാണ് കുടുംബശ്രീയുടെ ഒരു വളർച്ച. കുടുംബശ്രീയുടെ അടിസ്ഥാനം തന്നെ അതാണ്. മിതവ്യയ ശീലം ഉണ്ടാക്കുക, ഇതുപോലെ ചെറിയ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുക, കഴിവുള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് ചെറുകിട സംരംഭങ്ങളിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് വശങ്ങളുണ്ട്, ഒരുപാട് മാനങ്ങളുണ്ട്. ഇതായിരുന്നു അതിൻ്റെ അടിസ്ഥാനം. എന്നാൽ പിന്നീട് കുറച്ചു കാലം കൂടി കഴിഞ്ഞ് 2005 ശേഷം 2006 ശേഷമൊക്കെ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരികയാണ് ഉണ്ടായത്. കാരണം കുടുംബശ്രീ എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുറേ പാവപ്പെട്ട സ്ത്രീകൾ കൂടിയിരുന്ന് അവരുടെ ജീവിതത്തിൽ ഒരല്പം വെളിച്ചം കൊണ്ടുവരിക, ഒരല്പം സമാധാനം കൊണ്ടുവരിക എന്നതിനപ്പുറത്തേക്ക്, നമുക്കറിയാം അപ്പോഴേക്കും കാലവും ഒരുപാട് മാറി. ലിംഗനീതിയെക്കുറിച്ച്, ജെൻഡർ പൊളിറ്റിക്സ്, ഇതൊക്കെ വളരെ കൂടുതൽ സമൂഹം ചർച്ച ചെയ്യുകയും അതിൻ്റെ ഒരു അവകാശ ബോധം സ്ത്രീകളിൽ ഉണ്ടായി വരികയും ഒക്കെ ചെയ്യുന്നൊരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുടുംബശ്രീ എന്ന് പറയുന്നത് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 1998 അതിനെ എങ്ങനെയാണോ കണ്ടിരുന്നത്, അതിൽ നിന്ന് അത് ഒരുപാട് ദൂരത്തേക്ക് കുതിച്ച് ചാട്ടം തന്നെ നടത്തുകയാണ് ഉണ്ടായത്. കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് കൃത്യമായി അതെന്തൊക്കെയാണ് എന്ന് അടയാളപ്പെടുത്തുക, കൃത്യമായി വ്യവസ്ഥപ്പെടുത്തുവാൻ കുടുംബശ്രീയുടെ അധികാരികൾ തയ്യാറായത്. അങ്ങനെയാണ് സാമൂഹ്യ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സ്ത്രീ ശാക്തീകരണം, ഇത് വളരെ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങളും ഉൾച്ചേർന്നതാണ് കുടുംബശ്രീ എന്നും കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ ഈ 3 എന്നും ഉള്ള തരത്തിലേക്ക് ആ ബൈലോ ഉണ്ടായി വന്നപ്പോൾ മുതൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഇപ്പോൾ പലരും നമ്മൾ കാണാറുള്ള ആ ലോഗോ, 3 പൂക്കൾ വിടർന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു ലോഗോയാണ് കുടുംബശ്രീക്കുള്ളത്. ആ 3 പൂക്കൾ അതാണ് ലക്ഷ്യമാക്കുന്നത്. ആ പൂക്കളുടെ നിറം സ്ത്രീ വിമോചനത്തിൻ്റെ നിറമാണ്. അതിൻ്റെ തണ്ട് പച്ചയാണ്. അത് കാർഷിക മേഖലയിൽ കുടുംബശ്രീ നടത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഏറ്റവും പ്രധാനമായി അവരുടെ അജണ്ടയിലെ ഏറ്റവും മുഖ്യ ഇനമായി കാണുന്ന കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന ഊന്നലുമാണ്.